ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡേ 10 ആണ്. 11 ഡേയ്സ് ഫ്രീ ക്ലാസ്സിന്റെ ഡേ 10ലേക്ക് എല്ലാവരെയും ടീച്ചർമാർ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്നെ അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ടാവും. അവരെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള ഒരുപാട് ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന 7 ബിസിനസ് ഐഡിയാസ് ആണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ച് അറിയാൻ റെഡിയാണോ? റെഡി ആയിട്ടുള്ളവർ യെസ് എന്ന് കമന്റിലേക്ക് ഇടൂ. ഓക്കെ മക്കളെ, നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നാളെയാണ്, അതായത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നമ്മുടെ സിൽവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള 1 PM ബാച്ചും രാത്രി 9 മണിക്കുള്ള 9 PM ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബാച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ 7 പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോം മേക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് ഫുള്ള് കാണുക. ഇതിൽ ഞാനൊരു ഫ്രീ ബോണസ് ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ക്ലാസ് വളരെ ശ്രദ്ധയോടെ കാണുക, കൃത്യമായിട്ട് പോയിന്റ്സ് എഴുതിയെടുക്കുക. മക്കളെ, ബിസിനസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡ് സെറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾ പൊതുവെ ഒരു ബിസിനസ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രധാന പ്രശ്നമാണ് ഫിയർ അഥവാ പേടി. ഫിയർ ഓഫ് ഫെയിലുവർ. അയ്യോ, ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുമോ? ഞാൻ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ എന്നെ കളിയാക്കൂലേ? അതുപോലെ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ അത്ര പോരാ, എനിക്കത്ര കഴിവൊന്നുമില്ല, എനിക്ക് പലരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ് പലരെയും പല ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള പല ബിസിനസ്സുകാരെയും നമ്മൾ എടുക്കുമ്പോൾ, ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളെയും നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ആദ്യകാലത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു? ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് അവർ സക്സസ്ഫുൾ ആയത്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റിലേക്ക് ഇടൂ. ഐ ആം റെഡി, ഐ ആം റെഡി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഐഡിയ നമ്പർ 1 എന്ന് പറയുന്നത് ഓൺലൈൻ ട്യൂട്ടറിങ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ ഹിന്ദി, അറബിക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റില് നിങ്ങൾക്ക് നോളജ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്നവരാണോ? നിങ്ങൾക്ക് പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. മെല്ലെ മെല്ലെ, ചിലപ്പോൾ ആദ്യം 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. മെല്ലെ മെല്ലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് കൊടുക്കുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ജോയിൻ ചെയ്യും. ഇനി ഐഡിയ നമ്പർ 2 എന്ന് പറയുന്നത് എഴുതിക്കോളൂ. സെല്ലിംഗ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്. നിങ്ങൾക്ക് കാൻഡിൽ മേക്കിംഗ്, സോപ്പ് മേക്കിംഗ്, എംബ്രോയിഡറി, ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടോ? പല സ്ത്രീകളും അവരുടെ ഈ ഹോബീസിനെ ബൂമിംഗ് ബിസിനസ് ആക്കി മാറ്റിയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഒരു ഐഡിയയും ചെറുതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനി 3ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? നിങ്ങൾ പലരും വിചാരിക്കുന്നത് എനിക്ക് അതിനുള്ളൊരു കഴിവില്ല. അതായത് നിങ്ങൾ കുക്കിങ്ങിൽ നല്ല എക്സ്പേർട്ട് ആണോ? ചിലർക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. നല്ല റെസിപ്പി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. അതുപോലെ നിങ്ങൾ ബ്യൂട്ടി എക്സ്പേർട്സ് ആണോ? നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചിലർക്ക് നല്ല രീതിയിൽ പേരൻറ്റിങ് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയാം.
അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗുകൾ ചെയ്യാം. ടീച്ചർമ്മയുടെ സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഡെയിലി വ്ളോഗുകൾ, നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ വ്ളോഗ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കാം. മക്കളെ, യൂട്യൂബ് ആഡിലൂടെ, സ്പോൺസർഷിപ്പിലൂടെ, അഫിലിയേറ്റിംഗ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി 4ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഫ്രീലാൻസ് സർവീസസ്. അതായത് ഗ്രാഫിക് ഡിസൈന്, പിന്നെ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഫ്രീലാൻസ് റൈറ്റിങ്, അല്ലെങ്കിൽ വെർച്വൽ അസിസ്റ്റന്റ് വർക്ക്, ഇതെല്ലാം ഹൈ ഡിമാൻഡുള്ള സ്കില്ലുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ ഒരു സ്കില്ലും കൺസിസ്റ്റൻസിയും മാത്രം മതിയാവും. മനസ്സിലാവുന്നു? ഇനി 5ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് റീസെല്ലിംഗ് ബിസിനസ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഡക്ട്സ് ഇല്ലേ? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസെല് ചെയ്യാൻ പറ്റും. ഈ ക്ലോത്ത്സ്, തുണികളൊക്കെ റീസെല് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മീഷോ പോലുള്ള ആപ്പില്. അതുപോലെ തന്നെ ജുവലറി റീസെല് ചെയ്യാൻ പറ്റും. കിച്ചൺ ഐറ്റംസ് ഇത് വാട്സാപ്പിലൂടെയോ മീഷോയിലൂടെ ആമസോണിലൂടെയൊക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഒരു ടെൻഷനുമില്ല. നിങ്ങൾ ഓർഡർ എടുക്കുക, സപ്ലയേഴ്സ് അത് ഡെലിവർ ചെയ്തോളൂ. ഓക്കെ. ഇനി ഐഡിയ നമ്പർ 6 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഒക്കെ നിങ്ങൾക്ക് ഫുഡിൻ്റെയൊക്കെ സെല്ലറായി മാറാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, മോമോസ് ഉണ്ടാക്കാൻ അറിയാം, നല്ല ഹോം മെയ്ഡ് പിക്കിൾസ്, സ്നാക്സ്, അങ്ങനെയുള്ള ഷേക്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആളും നല്ല രീതിയിൽ ഇത് ചെയ്ത് നല്ല ഇൻകം മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി 7ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റർ. അതായത് നിങ്ങൾക്ക് ഇ ബുക്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഴ്സസ് സെല് ചെയ്യാം. അതുപോലെ എക്സാമ്പിൾ പറഞ്ഞാൽ 30 days ഫിറ്റ്നസ് ഫോർ മോംസ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ ഞാനൊരു ബോണസ് ഐഡിയ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടീച്ചറുമെ പോലെ ലൈഫ് കോച്ച് ആകാം. ലൈഫ് കോച്ച് ആകുന്നത് എങ്ങനെ, അതിനെന്ത് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റുഡൻസിനെ കണക്ട് ആക്കുക, എങ്ങനെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താം, അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വരുത്തി നിങ്ങൾക്ക് എങ്ങനെ അതിലൂടെ വീട്ടിലിരുന്നൊരു ഇൻകം ഏൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബില്യനെയർ ലെവലിലേക്ക് എത്താം എന്നുള്ളതാണ്. എന്നുള്ളത് നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ ലൈഫ് കോച്ചസിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്കറിയാം, പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്ത പല സ്റ്റുഡൻസും ലൈഫ് കോച്ചിങ്ങിലൂടെ അവർ പ്ലാറ്റിനത്തിൽ അടച്ച ഫീസിനേക്കാൾ കൂടുതൽ പൈസ ഏൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാറ്റിനം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കോച്ചിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർമാർ പറഞ്ഞു തരുന്നതാണ്. ലൈഫ് കോച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് കോച്ച് ആകാനുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിച്ചു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ 7 ഐഡിയയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഡിയ ഏതാണ് എന്ന് കമൻറ്റിൽ ഇടുക. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ. അപ്പോൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാമെന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ ഇന്ന് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ യെസ് എന്ന് കമന്റ് ബോക്സിലേക്ക് ഇടൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് ആയിട്ട് ടീച്ചർമാർ വരുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്.